CPM സംസ്ഥാന ഘടകത്തിൽ ആധിപത്യമുറപ്പിച്ച് മന്ത്രി PA മുഹമ്മദ് റിയാസ്. എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ പുതിയ സെക്രട്ടറിയായി യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ S സതീഷിനെ നിയമിച്ചത് CPMന്റെ സംഘടനാ തലത്തിൽ റിയാസ് പിടിമുറുക്കുന്നതിന്റെ പ്രഖ്യാപനമായി മാറി. എറണാകുളം ഉൾപ്പെടെ 3 ജില്ലകളിലെ നേതൃത്വം പൂർണ്ണമായും റിയാസിന്റെ നിയന്ത്രണത്തിലാണ്. ആഗ്രഹിച്ച കേന്ദ്ര കമ്മിറ്റി അംഗത്വം ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടമായെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എല്ലാം അദ്ദേഹത്തിന് അനുകൂലമാണ്. മത്സരത്തോളം എത്തിയ കാര്യങ്ങൾക്കൊടുവിൽ വയനാട് ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട K റഫീഖ്, P മോഹനൻ എന്നിവർ സ്ഥാനമൊഴിഞ്ഞപ്പോൾ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി അവരോധിതനായ M മെഹബൂബ് എന്നിവരാണ് റിയാസിന്റെ നോമിനികളായ ജില്ലാ സെക്രട്ടറിമാർ. ഇവരെ കൂടാതെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയി MLA എന്നിവരും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വരുതിയിൽ നിൽക്കുന്നവരാണ്. ഫലത്തിൽ 14 ജില്ലകളുള്ള കേരളത്തിലെ CPMന്റെ സംഘടനാ തലത്തിൽ 5 ജില്ലാ നേതൃത്വത്തെ ഒപ്പം നിർത്താൻ റിയാസിന് കഴിയുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുപ്പിൽ വ്യക്തമായത് റിയാസിന്റെ സ്വാധീനമാണ്. SFI മുൻ ജില്ലാ സെക്രട്ടറിയും ഇപ്പോൾ പരസ്യ സ്ഥാപനമുടമയുമായ നിഖിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ എത്തിയതാണ് ഇതിന്റെ തെളിവ്. സംസ്ഥാനത്തെമ്പാടുമുള്ള പാർട്ടി പ്രവർത്തകരുമായി ബന്ധം പുലർത്തുന്ന മുഹമ്മദ് റിയാസിന് എല്ലാ ജില്ലകളിലും തന്നോടൊപ്പം നിൽക്കുന്ന അനുയായി വൃന്ദത്തെ വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണത്തിലും പാർട്ടിയിലും ശക്തനായിരിക്കുന്നിടത്തോളം ഇവരാരും റിയാസിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടെടുക്കാൻ സാധ്യതയുമില്ല. യുവജന നേതാക്കളാണ് കൂടുതലും റിയാസിനൊപ്പമുള്ളത്. സാധാരണ പ്രവർത്തകനായി വളർന്നു വന്ന റിയാസിന് താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ എങ്ങനെ കൂടെ നിർത്തണമെന്നതിലും നല്ല നിശ്ചയമുണ്ട്. പ്രവർത്തകരെ പേരെടുത്ത് വിളിക്കാവുന്ന ബന്ധം സൂക്ഷിക്കുകയും ജില്ലകളിലെത്തുമ്പോൾ അവരെ ബന്ധപ്പെടുകയും ചെയ്യുന്നതാണ് റിയാസിന്റെ ശൈലി. മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാലും മുഖ്യമന്ത്രിയുടെ പ്രഭാവം കുറഞ്ഞാലും പാർട്ടിയുടെ സ്വാധീനം നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ് റിയാസിന്റെ ശ്രദ്ധയോടെയുള്ള ഈ ഇടപെടലെന്ന് വ്യക്തമാണ്. 2017 തൃശൂർ സംസ്ഥാന സമ്മേളനത്തിലാണ് PM മുഹമ്മദ് റിയാസ് CPM സംസ്ഥാന കമ്മിറ്റിയിലെത്തുന്നത്. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന നിലയിലാണ് റിയാസിനെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. 2020 മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ വിവാഹം ചെയ്തതിന് പിന്നാലെ ബേപ്പൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുകയും മന്ത്രിയാവുകയും ചെയ്തു. 2021 എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തിയ മുഹമ്മദ് റിയാസ് കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തോടെ കേരളത്തിലെ പാർട്ടിയിലെ അവഗണിക്കാനാകാത്ത ശക്തിയായി വളരുകയായിരുന്നു. കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലെത്തിയ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്, സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് എന്നിവർ പൂർണ്ണമായും റിയാസിന്റെ നിയന്ത്രണത്തിൽ ഉള്ളവരാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് എന്നത് റിയാസിന്റെ വളർച്ചയിൽ കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ആരെക്കാളും പാർട്ടി പ്രവർത്തകരുമായി ബന്ധവും അടുപ്പവും റിയാസിനുണ്ട്. സംഘടനാ തലത്തിൽ ജനകീയനായി മാറാൻ റിയാസ് ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പിന്തുണയുള്ളതിനാൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശങ്ങൾ കണക്കിലെടുക്കുന്നുണ്ട്. MV ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലെല്ലാം റിയാസിന്റെ കൂടി താല്പര്യം കണക്കിലെടുത്താണ് ജില്ലാ സെക്രട്ടേറിയറ്റുകൾക്ക് രൂപം കൊടുത്തത്. എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ മറ്റ് നേതാക്കൾക്ക് ഇതിൽ അതൃപ്തിയുണ്ട്. പാർട്ടിയിൽ സ്വാധീനമുറപ്പിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് റിയാസ് നടത്തുന്നത് എന്നാണ് അവരുടെ ആക്ഷേപം. സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ MV ഗോവിന്ദനും ഇതേപ്പറ്റി ധാരണയുണ്ടെങ്കിലും തൽക്കാലം ഒന്നും ചെയ്യാനാകാത്ത നിവൃത്തികേടിലാണ്. എന്നാൽ പോളിറ്റ് ബ്യൂറോ അംഗമായ A വിജയരാഘവൻ തന്റെ തട്ടകമായ മലപ്പുറത്ത് റിയാസിന്റെ താല്പര്യങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് പുതിയ ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചത്. 2021 നിയമസഭാ സീറ്റ് നിർണയ സമയത്ത് P നന്ദകുമാറിനെ പൊന്നാനി സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ പരസ്യമായി കലഹിച്ച് നടപടി നേരിട്ട സിദ്ദീഖിനെ ജില്ലാ സെക്രട്ടറിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാണ് വിജയരാഘവൻ സ്വന്തം സ്വാധീനം ഉറപ്പിച്ചത്. SFI അഖിലേന്ത്യാ അധ്യക്ഷൻ VP സാനുവിന്റെ പിതാവ് VP സക്കരിയായെ അടക്കം ഒഴിവാക്കിക്കൊണ്ടാണ് വിജയരാഘവന്റെ കാർമ്മികത്വത്തിൽ മലപ്പുറത്ത് പുതിയ ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചത്. ഇതിനെതിരെ VP സാനുവിന്റെ മുൻകൈയിൽ ചില മാധ്യമ ഇടപെടലും വാർത്തയും വന്നുവെങ്കിലും വിജയരാഘവൻ ചലിച്ചില്ല. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും A വിജയരാഘവനും തമ്മിൽ നല്ല യോജിപ്പിലാണ്. ഈ ബന്ധത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് വിജയരാഘവൻ മലപ്പുറത്ത് സ്വന്തം താല്പര്യങ്ങൾ നടപ്പിലാക്കിയത്.